ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിവാദം ഒരു വിധത്തിൽ ഒതുങ്ങി ഇങ്ങനെ വരുന്നതിനിടയിലാണ് അതിൻ്റെ സത്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. എല്ലാ കാലത്തും എല്ലാ വിഷയത്തിലും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. സത്യം ഒരു വശത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും. അത് കലക്കവെള്ളത്തിൽ കിടന്നാലും രത്നമാണെങ്കിലും കുപ്പയിൽ കിടന്നാലും അതിങ്ങനെ തെളിഞ്ഞു വരും. എല്ലാ അഴുക്കും മാലിന്യങ്ങളും നിറഞ്ഞ് വന്നതിന് ശേഷം അത് ശരിയായി വരുമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാനിത് സൂചിപ്പിക്കുന്നത് സീറോ മലബാർ സഭയുടെ 2 പിതാക്കന്മാർ 3 പേർ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ കൂട്ടത്തിൽ അവർ സോനയുടെ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട സോനയുടെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നലെ ഇത് നടത്തിയത്, പത്രസമ്മേളനം നടത്തിയതെങ്കിൽ ലൗകികതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പത്രസമ്മേളനത്തിലാണെങ്കിലും കന്യാസ്ത്രീകളെ പുറത്തു വിടിയിക്കുന്നതിൽ ഷോൺ ജോർജിൻ്റെയും അനൂപ് ആന്റണിയുടെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഇടപെടൽ വളരെ സമയബന്ധിതമായിരുന്നു. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. ഇത് ഇനി അടുത്ത വിവാദം കിടക്കാൻ പോകുന്നു. തലശ്ശേരിയിലെ പാമ്പ്ലാനി പിതാവ് ഇത് പറഞ്ഞതിന് വേണ്ടി പിതാവിനെ ഇനി തല കുർത്തി നിർത്തിയിട്ടാണ് കുരിശടിച്ച് കയറ്റിയിരിക്കുന്നത് സഹാക്കളും ഗൗതമാഷും എല്ലാം കൂടി. ഇനിയിപ്പോൾ അടുത്ത ഈ പിതാക്കന്മാർക്കെതിരെ എന്തൊക്കെയാണ് വരുന്നത് അറിയില്ല. എന്തായാലും തിരുവനന്തപുരത്ത് ബിലീവേഴ്സ് ചർച്ചുകാർ BJP ഓഫീസിൽ കൊണ്ട് കേക്ക് കൊടുത്തു. ഇവരാണെങ്കിൽ കേക്ക് കൊടുത്തില്ലെങ്കിൽ അവർ അഭിനന്ദിക്കുന്നു. അങ്ങനെ എന്തായാലും ഗ്രാജുവലായി കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനുള്ള അവസരമുണ്ടാക്കിയത് BJPയുടെ സംസ്ഥാന നേതാക്കളാണ് എന്നുള്ള കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപി ഇന്നലെ തൃശ്ശൂരിൽ വന്നപ്പോൾ കൃത്യമായി ഈ കന്യാസ്ത്രീകളുടെ വീടുകളിലും പോയി എന്നാണ് അറിയുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് വേറൊരു തരത്തിലേക്ക് മാറി വരുന്നു. എല്ലാ സത്യവും അങ്ങനെ തന്നെയാണല്ലോ. ഗാന്ധിജി പറഞ്ഞതുപോലെ ഞാൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാവരുടെ ശബ്ദവും ബഹളം മുഖരിതമാകുമ്പോൾ എൻ്റെ സത്യം ചിലപ്പോൾ ആരും കേൾക്കില്ല. പക്ഷെ എല്ലാ ശബ്ദവും അടങ്ങുമ്പോൾ എൻ്റെ സത്യം മുകളിൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. എന്തായാലും വളരെ വ്യത്യസ്തമായ കാര്യമാണ്. സീറോ മലബാർ സഭ അത് ഗൗരവമായി പുറത്തു വിട്ടിട്ടുണ്ട്. അവർ ഇത് കറക്റ്റ്. അപ്പോൾ ശരിക്കും അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ക്രിസ്ത്യാനികൾ, ശരാശരി ക്രിസ്ത്യാനികൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാരൊക്കെ എന്നെ വിളിക്കുകയും മെസ്സേജ് അയച്ചു. അവർ പറയുന്നു ഇത് കറക്റ്റ് സ്റ്റാൻഡാണ്. BJP ഇത് എടുത്തില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കന്യാസ്ത്രീകളുടെ കേസ് മറ്റൊരു തലത്തിലേക്ക് മാറുമായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയാണ് ആദ്യം പോയി മോഡിയെ കാണുന്നത്. അതിനെ തുടർന്ന് ഷോൺ ജോർജും അനൂപ് ആന്റണി വളരെ നേരത്തെ പോയി, ഒരു 2 ആഴ്ചക്കാലം അവിടെ ഉണ്ടായിരുന്നു. ഷോൺ ജോർജ് അവിടെ പോയി ഇടപെട്ടു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റ് വളരെ കൃത്യമായി ആ സംഭവം അദ്ദേഹത്തെ വിളിച്ച് ബിഷപ്പ് കൗൺസിലിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച സമയം കൊണ്ട് തന്നെ കാത്തലിക് കോൺഫറൻസ് ബിഷപ്പ് കോൺഫറൻസുകാർ വിളിച്ച സമയം തന്നെ ഇടപെടുകയും അവിടെ പോയി കന്യാസ്ത്രീകളെ ഇറക്കുന്നത് ഉൾപ്പെടെ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ വിവാദവും തർക്കവും ആക്ഷേപവും കേട്ടിട്ടും രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. പിന്നെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഓരോരുത്തരുമായി ഡയലോഗ് നടത്തുന്ന വളരെ അഭൗമമായ അപൂർവമായ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സീറോ മലബാർ സഭ സത്യം പറയുന്നു. എല്ലാവരും അങ്ങനെ സത്യമായി വരണം. നമുക്ക് ക്രെഡിറ്റ് ഉള്ളവർക്ക് കൊടുക്കണം. അതേസമയം NK പ്രേമേന്ദ്രൻ, ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, അങ്ങനെ അനൂപ് ജേക്കബ്, അതുപോലെ തന്നെ റോജി, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ പോയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വൃന്ദാക്കാരാട്ട്, ശ്രീമതി ടീച്ചർ, അങ്ങനെ സുജാത, ഒരുപാട് പേര് പോയി. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കട്ടെ. അവർ പോയത് കുഴപ്പമാണെങ്കിൽ അത് വേറെ ചർച്ചയാണ്. പക്ഷേ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നല്ലത്. എന്തായാലും ഇതിൽ അവരവർക്കുള്ളത് അവരവർക്ക് കിട്ടട്ടെ. സീസർക്കുള്ളത് സീസർക്കും, യൂദാസിനുള്ളത് യൂദാസിനും, യേശുവിനുള്ളത് യേശുവിനും കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ പങ്കുവെക്കലിൻ്റെ പ്രമാണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് ആരും അടിച്ചു മാറ്റേണ്ട. കേക്ക് അവിടെ ഉണ്ട്. എല്ലാവർക്കും ആവശ്യത്തിനുള്ള കേക്ക് എടുക്കാം. അവരവരുടെ പങ്ക് മാത്രം എടുക്കുന്നതല്ലേ കേക്ക് മുറിക്കലിൻ്റെ ഒരു നിയമം.